നീ അങ്ങേ തലയ്ക്ക് നിന്ന് കേട്ട ശബ്ദം പരിചിതമായിരുന്നു. നന്ദിതയാണോടോ ഇത്? പറഞ്ഞോളൂ പ്രഭേ. നന്ദിത റിസീവർ ഒന്നുകൂടി ചെവിയോട് അടുപ്പിച്ചു പിടിച്ചു. എടോ, എനിക്കൊരു സഹായം ചെയ്യാമോ തനിക്ക്? എന്തേ? ധൃതിയിൽ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്ന കൂട്ടത്തിൽ വിവാഹസാരിയും റിസപ്ഷൻ ഇടാനുള്ള ഗൗണും എടുത്തു വെച്ചിരുന്ന ബിഗ് ഷോപ്പർ തറവാട്ടിൽ പെട്ടുപോയി. ഇവിടെ വന്ന് പെട്ടിയൊക്കെ ചെക്ക് ചെയ്തപ്പോഴാ ഓർത്തേ. നന്ദിത ഒരു കാര്യം ചെയ്യൂ, അതൊന്ന് എടുത്തു വെച്ചേക്ക്. ഇവിടുന്ന് നാളെ വിട്ട് ഞാനിത് കളക്ട് ചെയ്യാം. അതിനെന്താ പ്രഭേ, ഞാനത് തിരഞ്ഞെടുത്ത് വെച്ചോളാം. പക്ഷേ എവിടെയാണ് വെച്ചിരിക്കണത്? എൻ്റെ മുറിയിൽ നോക്ക്, അല്ലെങ്കിൽ ശ്രീയുടെ മുറി കാണും. പെട്ടെന്ന് വേണം കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക, ഞാനെടുത്ത് വെച്ചിരിക്കാം. ഫോൺ വെച്ച് നന്ദിത പ്രഭയുടെ മുറിയിലേക്കാണ് ആദ്യം പോയത്. വാർഡ്രോബ് മുഴുവൻ നോക്കിയിട്ടും നന്ദിതയ്ക്ക് പാക്കറ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഈശ്വര, അതിനി മിക്കവാറും ശ്രീയേട്ടൻ്റെ മുറിയിലാവും. എങ്ങനെ അവിടേക്ക് പോണേ? എനിക്ക് വയ്യ. കട്ടിലിരുന്ന് താടിക്ക് കൈ കൊടുത്തുകൊണ്ട് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. പ്രഭ ആരെങ്കിലും ഇപ്പം തന്നെ അയക്കും. സാരി നോക്കിയെടുത്ത് കൊടുക്കാമെന്ന് താൻ വാക്കും പറഞ്ഞു. പക്ഷെ ശ്രീയേട്ടൻ മുറിയിലുണ്ടെങ്കിൽ ഇന്നലത്തെ കാര്യങ്ങൾ ചോദിക്കുകയോ പറയുകയോ വല്ലതും ചെയ്താൽ അതിനെന്ത് മറുപടി പറയും? നന്ദിത ആകെ ചിന്താക്കുഴപ്പത്തിലായി. പോകാതെ പറ്റില്ല, പ്രഭയുടെ വിവാഹവേഷമാണ്. ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകി. നന്ദിത മുറിക്ക് പുറത്തേക്ക് നടന്നു. ഭാഗ്യം, ഉണ്ണിക്കുട്ടൻ ഇവിടെ ഓടിക്കളിക്കുന്നുണ്ട്. നന്ദിത ആശ്വാസത്തോടെ നെഞ്ചിലത്തെ കൈ. ഉണ്ണിക്കുട്ടാ, എന്തേ നന്ദുവച്ചി? നന്ദുവച്ചിട്ട് ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ അടുത്തു വന്നേ. കളിച്ചുകൊണ്ടിരുന്ന പന്ത് താഴേക്കെറിഞ്ഞ് ഉണ്ണിക്കുട്ടൻ ഓടി അവളുടെ അടുത്തേക്ക് വന്നു. മോനൊരു ഊട്ടം ചെയ്തു തരുമോ നന്ദേച്ചിക്ക്? അവൻ സമ്മതത്തോടെ തലയാട്ടി. ശ്രീകുട്ടൻ, ഏട്ടൻ്റെ മുറി പോയി നോക്കുമോ ഏട്ടൻ ഇവിടെ ഉണ്ടോയെന്ന്? അയ്യേ നന്ദേച്ചി, അതെന്തിനാ മുറിയിലേക്ക് നോക്കണേ? ശ്രീയേട്ടൻ കുളിമുറിയിലേക്ക് പോയത് ഉണ്ണിക്കുട്ടൻ കണ്ടതാണല്ലോ. ഹാവൂ. നന്ദിത ഉണ്ണിക്കുട്ടൻ്റെ കവളിൽ ഒരു ചക്കര ഉമ്മ കൊടുത്തിട്ട് അവനെ കളിക്കാൻ പറഞ്ഞു വിട്ടു. മുറിയിൽ ശ്രീനാഥ് ഇല്ലെന്ന ധൈര്യത്തോടെ നന്ദിത അകത്തേക്ക് കയറി പ്രഭയുടെ സാരി തിരയാൻ തുടങ്ങി. ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കുന്ന ഷർട്ടുകൾക്കിടയിൽ നിന്നും ഒരു വലിയ പാക്കറ്റ് അവൾ വെളിയിലേക്ക് വലിച്ചെടുത്തു. ഇതന്നെ, ഇനി ഇവിടെ അധികം നേരം നിൽക്കണ്ട. കുളി കഴിഞ്ഞ് ശ്രീയേട്ടൻ വരാറായി കാണും. അലമാരയുടെ ഡോറടിച്ച് നന്ദിത തിരിയാൻ തുടങ്ങവേ താക്കോൽ അവളുടെ കയ്യിൽ നിന്നും താഴേക്ക് തെറിച്ചു വീണു. വെപ്രാളത്തിൽ അതെടുക്കാൻ കുനിയുമ്പോഴാണ് ശ്രീനാഥ് കുളിമുറിയിൽ നിന്നും പുറത്തേക്ക് വന്നത്. നനഞ്ഞ കാൽപാദം തെന്നി നന്ദിതയിലേക്ക് ചാഞ്ഞതും രണ്ടുപേരും ഒരുമിച്ച് നിലത്തേക്ക് വീണു. നന്ദിത സ്തംഭിച്ചു പോയിരുന്നു. ദേവി, ചതിച്ചല്ലോ. ഇത്രയും നേരം കഷ്ടപ്പെട്ട് കണ്ണിൽപ്പെടാൻ നടന്നത് ഇങ്ങനെ കൃത്യമായിട്ട് മുന്നിൽ കൊണ്ടുവന്ന് വീഴ്ത്താനാണോ? നന്ദിത ശ്രീനാഥിൻ്റെ മിഴികളിലേക്ക് നോക്കാനാവാതെ ഇമകൾ ഇറുക്കി അടച്ചു. ശ്രീനാഥ് നോക്കിക്കാണുമായിരുന്നു നന്ദിതയെ. ഇന്നലെ വീണ അടിയുടെ പാട് ഇപ്പോഴും കരുനീലിച്ച് കിടപ്പുണ്ട്. തന്നെ നേരിടാനാവാതെ കണ്ണടച്ച് കിടക്കുവാണെന്ന് ശ്രീനാഥിന് മനസ്സിലായി. കൺപീലികളിൽ നിന്ന് കണ്ണീരിറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ശ്രീനാഥ് വാത്സല്യത്തോടെ അവളുടെ കവളി തലോടി. പിന്നീട് മുടിയിഴകളിൽ നെറ്റിയിൽ പതിയെ മിഴികളെ തൊട്ടു. തുളുമ്പി നിൽക്കുന്ന കണ്ണീരിനെ വിരലുകളിലെടുത്തു. അയാളുടെ കൈകൾ അവളുടെ തലയെ താങ്ങി നിർത്തിയിരുന്നു. നിലത്ത് മുട്ടാതെ പതിയെ നന്ദിത കണ്ണുകൾ തുറന്നു. ശോ, ആ ഉണ്ണിക്കുട്ടൻ എന്ത് പണിയായി കാണിച്ചേ? അകത്തെ കുളിമുറിയിലാണെന്ന് പറഞ്ഞതല്ലേ കുട്ടിപ്പിശാച്ച്? അവനെ പറഞ്ഞിട്ടും കാര്യമില്ല, താനത് ചോദിച്ചതും ഇല്ലല്ലോ. ഇനി അതോർത്തിട്ട് രക്ഷയില്ല. ശ്രീയേട്ടൻ ഇന്നലത്തെ സംഭവം വീണ്ടും വിടുന്നതിന് മുമ്പേ പുറത്തിറങ്ങണം. നന്ദിത ചാടിപ്പിടിഞ്ഞെണീറ്റു. അയാൾക്ക് മുഖം കൊടുക്കാതെ നന്ദിത മുറിക്ക് പുറത്തേക്ക് പോകാൻ തുടങ്ങി. പെട്ടെന്നാണ് ധാവണിയുടെ തുമ്പിൽ ഒരു പിടുത്തം വീണത്. ദേവി, പെട്ടു. എന്ത് കള്ളം പറയും? നന്ദിത ഓരോന്നും മെനഞ്ഞെടുക്കാൻ തുടങ്ങി. എന്നെ കൈവിടല്ലേ ഈശ്വര. ഭീതിയോടെ അവൾ തിരിഞ്ഞു നോക്കി. ധാവണി വാതിലിൻ്റെ കൊഴുത്തിലൊടുക്കിയതാണ്. ചെറിയ ചമ്മലോടെ അവൾ ശ്രീനാഥിനെ നോക്കി. അയാൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഹാങ്ങറിൽ നിന്നും ഷർട്ടെടുക്കുന്ന തിരക്കിലും. വീണ്ടും അവൾ തിരിയാൻ തുടങ്ങവേ ഒരിക്കൽ കൂടി ധാവണി ആരോ പിടിച്ചു വലിക്കുന്ന പോലെ തോന്നി. വാതിൽ കുടുങ്ങിയെന്നോർത്ത് നോക്കിയപ്പോൾ ശ്രീനാഥ് ഷോളിൽ നിന്നും പിടിവിടാതെ വട്ടം ചുറ്റിച്ച് മുഷ്ടിക്കുള്ളിൽ ഒതുക്കിയിരിക്കുന്നു.
നന്ദിത വിളറി വെളുത്തു. രക്ഷപ്പെട്ടു പോവാണോ? തുണിത്തുമ്പിൽ വിരൽ ചുറ്റിച്ചുകൊണ്ട് ശ്രീനാഥ് നന്ദിതയുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. ശ്രീയേട്ടാ വിട്, ഞാൻ പോട്ടെ. ഇല്ലെങ്കിലോ? ശ്രീനാഥ് നന്ദിതയോട് ചേർന്ന് നിന്നു. എനിക്കിത് താഴേക്ക് കൊടുക്കണം. പോണോ എനിക്ക്? ശ്രീനാഥ് നന്ദിതയുടെ കയ്യിൽ നിന്നും കവർ വാങ്ങി കട്ടിലിട്ടു. എനിക്ക് പോണം. ശ്രീനാഥ് നന്ദിതയുടെ ചുണ്ടുകളിൽ വിരൽ ചോർത്തു. മെല്ലെ കവിളുകളിലൂടെ വിരൽ ഓടിച്ചു. വേദനിച്ചോ നിനക്ക്? നന്ദിത മിണ്ടിയില്ല. കരിമണിയെ, ഇന്നലെ നീ എന്തിനാ അങ്ങനെ ചെയ്തേ? നന്ദിത നിശബ്ദത പാലിച്ചു. പറയടോ. ശ്രീനാഥ് നന്ദിതയുടെ കൈകളിൽ പിടിച്ചു. ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല തനിക്ക്. ഒന്നുകൂടി ഏട്ടൻ നിർബന്ധിച്ചാൽ ചിലപ്പോൾ താൻ എല്ലാം പറഞ്ഞു പോകും, മനസ്സിലുള്ളതെല്ലാം. അങ്ങനെ ചെയ്താൽ വേണ്ട, എനിക്കൊന്നും വേണ്ട. നന്ദിത പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രീനാഥിൻ്റെ പിടിവിട്ടോടാൻ ശ്രമിച്ചതും ശ്രീനാഥ് അവളെ വലിച്ചെടുത്ത് കട്ടിലേക്കിട്ടു. ശ്രീയേട്ടാ വിട്, എന്താ ഇത്? എനിക്ക് താഴേക്ക് പോകണം. ശ്രീയേട്ടൻ ഷർട്ടെടുത്തിട്ട്, അപ്പുറത്തെല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഇരു കൈപ്പത്തികളും മുഖത്ത് പൊത്തിക്കൊണ്ട് നന്ദിത പറഞ്ഞു. മുഖം കണ്ടാൽ തൻ്റെ മനസ്സിലുള്ളതെല്ലാം ശ്രീയേട്ടൻ ഒപ്പിയെടുക്കുമോ എന്ന് അവൾ ഭയന്നിരുന്നു. ശ്രീനാഥ് പതിയെ അവളുടെ കൈകൾ മുഖത്തുനിന്ന് എടുത്തു മാറ്റി. ഇങ്ങോട്ട് നോക്കടി. ഇല്ല, വാശി കാണിച്ചാൽ ഇന്നലെ നടന്നത് മുഴുവൻ അച്ഛനും അമ്മയും അടക്കം എല്ലാവരും അറിയും. അറിയിക്കും ഞാൻ. എന്തിനാ ശ്രീയേട്ട? നന്ദിത പൊട്ടിക്കരഞ്ഞുകൊണ്ട് മിഴികൾ തുറന്നു. ഞാനൊരു പാവമല്ലേ, എന്നെ എന്തിനാ ഇങ്ങനെ? വാക്കുകൾ പൂർത്തിയാക്കാനാവാത്ത നന്ദിത അയാളുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കരഞ്ഞുകൊണ്ടിരുന്നു. ഈയൊരു ചെറിയ നിമിഷം കിട്ടിയില്ലേ, അത് മതി, അത്ര മാത്രം മതി എനിക്ക്. നന്ദിത ഏങ്ങലടിച്ചു. ശ്രീകുട്ട! രാഘവൻ നായരുടെ ക്രോധത്തോടെയുള്ള വിളി. നന്ദിതയും ശ്രീനാഥും ഞെട്ടിപ്പിടിഞ്ഞെണീറ്റു. രണ്ടാളെയും കണ്ട് തുള്ളി വിറച്ചു നിൽക്കുവാണ് രാഘവൻ നായർ. കൂടെ സുഭദ്രാമയും. മാനം കെട്ടവനെ! സുഭദ്രാമ ശ്രീനാഥിൻ്റെ കരണത്തടിച്ചു. ഇവളെ കിട്ടുള്ളൂടാ നിനക്ക്? നന്ദിത ഭയന്ന് വിറച്ച് കട്ടിൻ്റെ മൂലയ്ക്കുള്ളിൽ ചുരുണ്ടു കൂടിയിരുന്നു. സുഭദ്രാമയ്ക്ക് പിന്നിൽ നിന്ന് പുറത്തേക്ക് വന്ന ആളെ നന്ദിത സ്തംഭിച്ചു നോക്കി നിന്ന് പോയി. കോപം സ്ഫുരിക്കുന്ന കണ്ണീർ വാഴ്ന്നൊഴുകുന്ന മിഴികളോടെ അവളായിരുന്നു അത്. പ്രഭ തുടരും.